ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കുറേ നാളത്തെ ഒരു ബ്രേക്കിന് ശേഷം ഞാൻ എൻ്റെ ഒരു വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് കേട്ടോ. നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു മോർണിംഗ് ആയിരുന്നു. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് മുട്ട മടക്കിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. നേന്ത്രപ്പഴവും മുട്ടയും വെച്ചിട്ടുള്ള ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ കഴിക്കാൻ പറ്റിയ നല്ല കിടിലനായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാൻ ഇതിനെടുത്തിട്ടുള്ളത് 3 വലിയ സൈസിലുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ. ഇനി ഇതാ പഴം ഇതേപോലെ ഒന്ന് നീളത്തിലൊന്ന് സ്ലൈസ് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇത് കുറച്ച് പഴുത്ത പഴമായതുകൊണ്ട് ഞാനിങ്ങനെ സ്ലൈസ് ചെയ്യുന്ന ടൈമിൽ ഇതിങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലുള്ള പഴം തന്നെയായിരുന്നു കേട്ടോ ബെസ്റ്റ്. പാൻ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ 2 ടേബിൾ സ്പൂൺ ഗീ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഗീയിൽ നമ്മൾ പഴം ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞാനിത് വാട്ടിയെടുത്ത ടൈമിൽ തന്നെ ഇത് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു പഴവും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് കളർ ചേഞ്ച് ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ടൈമിൽ ഇതൊന്ന് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിത് 2 ബാച്ചായിട്ടാണ് ടോസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ സെയിം പാനിൽ തന്നെ 1 ടീസ്പൂണ് ഗീയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കിസ്മിസും കാഷ്യൂ നട്ട്സും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എനിക്ക് കിസ്മിസ് കുറച്ച് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് വേണ്ടത് എടുക്കാം. ഞാനിതിൻ്റെ ഒരു അളവൊന്നും പറയുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ തേങ്ങയാണ് ചേർക്കുന്നത്. ഞാനിത് 250 ml കപ്പിൽ അരക്കപ്പാണ് മെഷർ ചെയ്തിട്ടുള്ളത്. ഇനി തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അത്യാവശ്യം റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു നുള്ളി ഏലക്കായ് പൊടിച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്തിട്ട് നല്ലോണം ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതാ നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഒരു നുള്ളുപ്പും പിന്നെ ഒരു നുള്ളി ഏലക്കായ് പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് സാഫ്രോണാണ്. ഇതിലേക്ക് 3 സ്ട്രാൻഡ്സ് മാത്രമാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. നമ്മൾ കുങ്കുമപ്പൂവില്ലേ അത്. ഇനി ഇതില്ലെങ്കിൽ ഇതിൽ ഓപ്ഷനായിട്ട് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒരു യെല്ലോയിഷ് കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി അതൊക്കെ ചേർത്തതിന് ശേഷം 3 മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് വയ്ക്കാം. മീഡിയം സൈസിലുള്ള റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള മുട്ടയാണ് കേട്ടോ ഇത്. അപ്പം വലിയ സൈസിലുള്ള മുട്ടയൊക്കെ ആണെങ്കിൽ 2 എണ്ണമൊക്കെ മതിയാവും. ഇനി ഇതെല്ലാം കൂടെ ഒരു ഫോർക്കോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കുക. ലംസൊന്നും ഇല്ലാതെ വേണമെന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നതാണ് 1/4 കപ്പ് അളവിൽ പാലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള പാലാണ്, തിളപ്പിച്ചെടുത്തിട്ടൊന്നുമില്ല. ആ ഒരു ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു തണുപ്പ് പോയിട്ടുള്ള ഒരു പാൽ കേട്ടോ. അപ്പോൾ 1/4 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ ആ 1/4 കപ്പ് അങ്ങനെ മെഷർ ചെയ്തിട്ടുള്ളതാണ്. ഇനി പാലും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പാൻ തന്നെയാണ് ഞാനിതൊന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വേറെ പാനൊന്നും എടുക്കണ്ട, ഇതിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നതും. പാനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ 1 ടീസ്പൂണ് ഗീ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ബ്രഷ് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലെയിമിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലാക്കി വെക്കണം. ഈ ഒരു മുട്ടൻ്റെ ഒക്കെ ഒരു ബാറ്ററില്ലേ, അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്തിട്ടുള്ള പഴം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പഴവും ഒന്നിച്ചിട്ട് അങ്ങനെ വെച്ച്, അത് ഒരു ഈസി മെത്തേഡായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ എല്ലാം പെട്ടെന്ന് ആയി കിട്ടണ നിലയിൽ. അപ്പം അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് പഴമൊക്കെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചാൽ ഒരു തേങ്ങൻ്റെ ഒരു മിക്സിയല്ലേ, അതും കൂടി ഒന്ന് ഇതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒരു 2 സെറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് വരുമായിരുന്നു. ഞാനിതെല്ലാം കൂടെ ഒരു പാനിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഇത് ഞാൻ ലാസ്റ്റിൽ എങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു ഫൈനൽ ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു തേങ്ങയൊക്കെ ഇതിൻ്റെ മേലെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ലോയിലോ അല്ലെങ്കിൽ മീഡിയത്തിലോ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബാറ്റർ ഒന്ന് കരിഞ്ഞ് പോവില്ല കേട്ടോ. അടിഭാഗം അങ്ങനെ കരിഞ്ഞ് പോവില്ല. ഇനി ഇത് നമുക്കിതുപോലെ
എന്താ പറയുക മേൽഭാഗം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഇതാണ് പറഞ്ഞത്, എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് എന്താ എനിക്ക് അത് റോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇതുപോലെ ഇങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് ചെയ്യരുത്, എല്ലാം ഒന്നിച്ചിട്ട് അങ്ങനെ കുത്തി നിറക്കരുത്. ഞാനെല്ലാം ഒരു ഈസി ആവാനുള്ള ഒരു വേ നോക്കിയിട്ടാണ് ഈ ഒരു ഫൈനലായിട്ടുള്ള ഒരിത് കിട്ടിയത്, ഔട്ട്പുട്ട്. അപ്പോൾ ഞാനിത് കുക്കായതിന് ശേഷം ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് കിട്ടിയ ഒരു പോർഷൻ മാത്രമാണ് ഞാൻ സെർവ് ചെയ്തിട്ട് കാണിക്കുന്നത്. കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ അതിബുദ്ധി കാരണം ആ ഒരു ഷേപ്പ് മിസ്സായി പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫില്ലിംഗ് ആയിട്ട് വരുന്ന അടിപൊളി ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ഗസ്റ്റൊക്കെ വന്നതിനുള്ള റെഡിയാക്കാൻ പറ്റും. സൂപ്പറാണ്. ഇൻഷാ അല്ലാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും സീ യു, ബൈ.